Dear children, in today's session, we are going to start with a new lesson, chapter 4 of your textbook, Mangoes Round the Year. What are we going to discuss in this lesson, Mangoes Round the Year? First, let us look at a conversation between few children that will give us an idea as to what we are going to learn in this lesson. Wow, Aman's lunchbox has sweet puris. Neetu, Aman. Hey, today Neetu has brought potato sabji. I have got bindi. Preeti says, oh Neetu, I think your potato sabji is spoiled. Aman says, don't eat that, you may fall sick. Here, you take some bindi. So, it is a conversation between three children, Neetu, Aman and Preeti. Neetu has brought potato sabji. Preeti has brought bindi and Aman's lunchbox has got sweet puris. So, in the midst of the conversation, you can see Aman telling Neetu that her potato sabji has got spoiled. So, how did Aman know that her potato sabji is spoiled? സ്പോയിൽഡ് എന്ന് പറഞ്ഞാൽ എന്താ, കേടുവരിക അല്ലേ. അപ്പോൾ ലഞ്ച് ബോക്സിൽ ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ ടിഫിൻ ബോക്സ് തുറന്നു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ടിഫിൻ ബോക്സിനെ പറ്റിയിട്ട് ഡിസ്കഷനാണ്. സോ അമൻ ഫൈൻഡ്സ് ഔട്ട് ദറ്റ് നീതൂസ് ഫുഡ് ഇസ് സ്പോയിൽഡ്. എങ്ങനെയാണത് കണ്ടുപിടിക്കുക ഫുഡ് സ്പോയിൽ ആയിട്ടുണ്ടെന്ന്? ദർ ആർ ഡിഫറെൻറ്റ് വേസ് ഇൻ വിച്ച് യു ക്യാൻ ഫൈൻഡ് ദ ഫുഡ് സ്പോയിലേജ്, ഫുഡ് കേട് വന്നിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. വൺ ഇസ് ബൈ ഇറ്റ്സ് സ്മെൽ അല്ലെങ്കിൽ ഫ്ലേവർ, അതിൻ്റെ മണം. ഫ്രം ദ സ്മെൽ, മണത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഫുഡ് കേട് വന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. ഫ്രം ഇറ്റ്സ് ടെക്സ്ചർ, ടെക്സ്ചർ ഇസ് വെൻ യു ഫീൽ അല്ലേ. നമുക്കറിയാം കേടുവരാത്ത ഫുഡ് എങ്ങനെയാണ്, കേട് വന്ന ഫുഡ് എങ്ങനെയാണ്. ഇഫ് യു ലുക്ക് അറ്റ് ഓണിയൻസ്, ഓണിയൻസ് വിൽ ബി വെരി ഫേം. ഇഫ് ഇറ്റ് ഇസ് ഗുഡ്, കേട് വന്ന ഓണിയൻസ് എന്താവും, വെൻ യു ടച്ച് ഇറ്റ് ഇറ്റ് ഗോസ് ഇൻസൈഡ് അല്ലേ. So the texture changes. So by texture you will know. Then at times you will see fungus അല്ലെങ്കിൽ molds ഒക്കെ അതിൻ്റെ മുകളിൽ. Bread ഒക്കെ if you keep it for a longer time, you will see some black or greenish black spots appear on the bread. Fungus പോലെ വരിക അല്ലേ. In case if you have kept homemade pickles outside for സ്പൂണൊക്കെ ഇട്ട് ഇടയ്ക്ക് എടുത്ത് പിക്കിൾസ് നമ്മൾ പുറത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ദ സ്മെൽ വിൽ ചേഞ്ച് വിത്തിൻ ഫ്യൂ ഡേയ്സ്. അതുപോലെ അതിൻ്റെ അപ്പിയറൻസ് മുകളിലൊരു വൈറ്റിഷ് കളറിലൊരു ഫംഗസ് ഫോർമേഷൻ പോലെയൊക്കെ കാണും. സോ ഫ്രം ടെക്സ്ചർ, ഫ്രം ഫ്ലേവർ, ഫ്രം അപ്പിയറൻസ് യു വിൽ നോ വെദർ എ ഫുഡ് ഇസ് സ്പോയിൽഡ് ഓർ നോട്ട്. സോ ഇൻ ദിസ് ലെസൺ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് സ്പോയിലേജ് ഓഫ് ഫുഡ്, how we can preserve foods from spoilage. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ലെസണിൽ പഠിക്കുന്നത്. മാംഗോസ് അറൗണ്ട് ദ ഇയർ, വി നോ മാംഗോസ് ആർ സീസണൽ ഫ്രൂട്ട്സ് അല്ലേ. അപ്പോൾ ഹൗ ഡു വി ഗെറ്റ് മാംഗോസ് ത്രൂ ഔട്ട് ദ ഇയർ? ഇപ്പോൾ കേട് വരാണ്ട് നമുക്ക് ഹോൾ ഇയറിൽ മാംഗോസ് എങ്ങനെ കിട്ടാം, അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് ആ മാംഗോസിനെ കേട് വരാണ്ട് സൂക്ഷിച്ചു വെക്കാം എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ലെസൺ പറയുന്നത്. സോ ദിസ് ലെസൺ വിൽ ഹെൽപ്പ് us understand what is spoilage of food, how we can preserve food for a longer period of time. Now what do you mean by spoilage of food? We consume food when the food becomes unsuitable for consumption. നമുക്ക് കഴിക്കാൻ പറ്റാത്ത വിധത്തിൽ അതിൻ്റെ ടെക്സ്ചറിന് ചേഞ്ച്, ഫ്ലേവറിന് ചേഞ്ച്, ഇല്ലെങ്കിൽ അതിൻ്റെ അപ്പിയറൻസിന് ചേഞ്ച് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫുഡ് സ്പോയിലേജ് എന്ന് പറയുന്നത്. Now what is the reason for the spoilage of food? ഫുഡിൻ്റെ സ്പോയിലേജിനുള്ള റീസൺ എന്താണ്? There are many reasons for the spoilage of food. One can be temperature. Very high temperature ആണെന്നുണ്ടെങ്കിലും വെരി ലോ ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിലും ഫുഡ് കേട് വരാം. Then മൈക്രോ ഓർഗാനിസംസ്, presence of moisture, നമ്മുടെ ചുറ്റുമുള്ള മോയ്സ്ചറിൻ്റെ പ്രസൻസ്
Then growth of microorganisms in the food. ബ്രെഡൊക്കെ കേട് വരുന്നത് അതിൽ ഫംഗസ് വരുന്നത് കൊണ്ടാണ് അല്ലേ. മൈക്രോ ഓർഗാനിസംസിന് ഗ്രോ ചെയ്യാൻ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിന് അത് ഗ്രോ ചെയ്യും. അപ്പം അങ്ങനെ ഗ്രോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫുഡിന് കേടുവരും അല്ലേ, കുറേ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ. സോ temperature is one reason, then presence of moisture in the air is another reason, then microorganisms in the presence, അങ്ങനെ ഡിഫറെൻറ്റ് റീസൺസ് കാരണം കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിലുള്ള എയറും അതുപോലെ മോയ്സ്ചറും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഫുഡ് പാർട്ടിക്കിൾസ് റിയാക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഫുഡ്സ് കേടുവരും. സോ ദോസ് ആർ സം ഓഫ് ദ റീസൺസ് ഫോർ ഫുഡ് സ്പോയിലേജ്. Now look in your kitchen and write down names of food items that can get spoiled in 2 to 3 days. അപ്പോൾ 2 to 3 ഡേയ്സിൽ കേടുവന്ന് പോകുന്ന ഭക്ഷണങ്ങൾ. കുക്ക്ഡ് ഫുഡ് അല്ലേ, കുക്ക്ഡ് ഫുഡ് ഗെറ്റ്സ് സ്പോയിൽഡ് ഇൻ 2 to 3 days. I'll give example for one each. The rest you can check, you can find out on your own. Can be kept for a week. Vegetables, some of the vegetables can be onion, potato, the vegetables can be kept for a week or so. Will not spoil till 1 month. Rice, the rest you can find it. Raw rice, അതായത് കുക്ക് ചെയ്യാത്ത റൈസ്, it will not get spoiled in a month. Like, try to find the answers for this, or else we'll discuss in one of the later sessions. Will your list be the same in all seasons? What would change? Actually, the list will not be the same in all seasons. അതായത് മിൽക്ക് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ, that is food items that have more moisture will get spoiled fast in summer season. ഇനി നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഗെറ്റ് സ്പോയിൽഡ് ഫാസ്റ്റർ ഇൻ റെയിനി സീസൺ. മഴയൊക്കെ കൊണ്ടിട്ട് മോയ്സ്ചർ അറ്റ്മോസ്ഫിയറിൽ കൂടുതൽ മോയ്സ്ചർ പ്രസൻറ്റ് ഉള്ളത് കാരണം റോ വെജിറ്റബിൾസ് ഗെറ്റ് സ്പോയിൽഡ് ഫാസ്റ്റർ ഇൻ റെയിനി സീസൺ. നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഓണിയൻ അതുപോലത്തെ പൊട്ടാറ്റോ ഇതുപോലത്തെ വെജിറ്റബിൾസ് ഒക്കെ യൂഷ്വലി സമ്മർ സീസണിൽ it will last much longer, but during rainy season it gets damaged or it gets spoiled faster. When food gets spoiled in your house, what do you do with it? Food spoiled ആയ നമ്മൾ എന്താ ചെയ്യുക? We just throw it away അല്ലേ. നമുക്കറിയാം, when we eat spoiled food it causes food poisoning. ഫുഡ് പോയ്സൺ ഉണ്ടാക്കും. ഫുഡ് പോയ്സൺ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ we know the difficulties associated with food poisoning. So we should not eat spoiled food. Spoiled food can cause food poisoning. So we throw away the food if it is spoiled. Now BG returned the bread. Aman's BG went to the market to buy bread. The shop was very crowded. The shopkeeper picked up a packet of bread and gave it to BG. She looked at it and returned it immediately. Look at the picture of bread packet here and guess why BG returned it. Let me just zoom in this picture for you. Then you will know why BG returned it. കാണുന്നുണ്ടോ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും? Can you see something in this? ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രീൻ കളർ സ്പോട്ട്സ് കാണുന്നുണ്ട് അല്ലേ. എന്താണത്? ഫംഗസിൻ്റെ ഫോർമേഷനാണ്. So that shows the bread is already stained. Bread കേട് വന്ന ബ്രെഡാണ്. How did she find that the bread has got spoiled? From the green spots, ഈ മോൾസ് ഇതിൻ്റെ മുകളിൽ അപ്പിയർ ചെയ്യണ ആ ഗ്രീൻ സ്പോട്ട്സ് എന്നാണ് ബിജിക്ക് അത് കേട് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലായത് അല്ലേ. ബിജി ഈസ് ഗ്രാൻഡ് മദറിനെയാണ് ബിജി എന്ന് പറയുന്നത്. So that is how BG understood that the bread is spoiled. Look carefully at 2-3 packets of food items. അപ്പോൾ ഇതുപോലെ നമ്മൾ പാക്കേജ്ഡ് ഫുഡ്സ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ I'm sure you might have observed ഇതിൻ്റെ ബ്രെഡ് പാക്കറ്റ്സ്
എന്ത് പാക്കേജ് ഫുഡ്സ് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാലും യു വിൽ ഗെറ്റ് എ സെറ്റ് ഓഫ് ഇൻഫർമേഷൻസ് ഓൺ ദ പാക്കറ്റ്. ലൈക്ക് വെൻ വാസ് ഇറ്റ് മാനുഫാക്ചർഡ്, അതിൻ്റെ ഒരു ബാച്ച് നമ്പർ ഉണ്ടാവും. ബെസ്റ്റ് ബിഫോർ എപ്പോൾ വരെ യൂസ് ചെയ്യാന്നുണ്ടാവും അല്ലേ. എവിടെയാണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്, മാനുഫാക്ചർ ചെയ്തത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ്. സോ യു ഗെറ്റ് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ഫ്രം ദ ഫുഡ് പാക്കറ്റ്. എത്ര കാലറീസ് ഉണ്ട്, ആ കാലറീസിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ടാവും. സോ ദർ ആർ എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ദറ്റ് യു ക്യാൻ ഗെറ്റ് ഫ്രം ദ ഫുഡ് പാക്കറ്റ് ദറ്റ് യു സീ. ദെൻ ദീസ് ഡേയ്സ് യു ക്യാൻ സീ എ ഗ്രീൻ സ്പോട്ട് അല്ലെങ്കിൽ ഒരു റെഡ് സ്പോട്ടൊക്കെ കാണും അല്ലേ. റെഡ് ഒരു മെറൂണിഷ് റെഡ് സ്പോട്ട്. ഗ്രീൻ സ്പോട്ട് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷോസ് ഇറ്റ്സ് പ്യുവർ വെജിറ്റേറിയൻ. ഇനി അല്ല എഗ്ഗോ ആനിമൽ പ്രോഡക്ട്സോ ആണെന്നുണ്ടെങ്കിൽ യു സീ ഇറ്റ് വിത്ത് എ റെഡിഷ് ബ്രൗൺ സ്പോട്ട് അല്ലേ. സോ there are a lot of information that is printed on the food cover. So look carefully at 2-3 packets of food items. What can we know from what is written on the packet? So ഇത് കുറച്ച് ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞതാണ്. Please go through the packet that you have at home and note it down. When you buy anything from the market, what do you look for on the packet? നമ്മൾ കടയിൽ സാധനം വാങ്ങാൻ പോയാൽ എന്തൊക്കെയാണ് നോക്കേണ്ടത്? ഒന്ന്, അതിൻ്റെ MRP നോക്കണം. MRP is maximum retail price. അപ്പോൾ the amount that we pay should be lesser than the MRP printed on the packet. ആ പാക്കറ്റിൽ പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന MRPയേക്കാളും ഒരിക്കലും കൂടുതൽ പൈസ കൊടുത്തിട്ട് ഒരു സാധനവും നമ്മൾ വാങ്ങാൻ പാടില്ല. ദെൻ ദ ഡേ ഇറ്റ് വാസ് മാനുഫാക്ചർഡ് ആൻഡ് ബെസ്റ്റ് ബിഫോർ ഡേറ്റ്. എപ്പോൾ വരെ യൂസ് ചെയ്യാൻ പറ്റും, ബെസ്റ്റ് ബിഫോർ എപ്പോഴാണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്, മാനുഫാക്ചറിങ് ഡേറ്റ് തൊട്ടിട്ട് എത്ര ഡേ വരെ യൂസ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നിർബന്ധമായും നമ്മൾ പാക്കറ്റിൽ നോക്കിയിട്ടുണ്ടാകും. സോ with that I'll stop my today's session, children. Please copy these questions into your notebook. In case if you have any doubts, please do post it in the stream. The rest we'll continue in our next session. That's all for today. Thank you and take care.